ഓക്കെ സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വെക്റ്റർ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്ന് കണ്ടു. ദെൻ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുമ്പോൾ നമ്മളതിനെ ഓർത്തോഗണൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലോട്ട് നമ്മളതിനെ കണക്ട് ചെയ്തു. അതായത് ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ഓർത്തോഗണൽ ആകുമ്പോഴാണ് നമുക്ക് ആ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഈ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ടോപ്പിക് ഈസ് ഓർത്തോഗണാലിറ്റി ഓഫ് വെക്ടേഴ്സ്. ഓർത്തോഗണാലിറ്റി ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ നമ്മൾ ആ ഒരു ഇൻറ്ററാക്റ്റീവ് ആപ്പ് ഒക്കെ നമ്മൾ വെക്ടേഴ്സിൻ്റെ ലെങ്തും ആംഗിളും ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമുക്കറിയാം, ഈ ഒരു 2D സ്പേസിൽ നമ്മളതിനെ പറയുമ്പം, അതായത് ഒരു 2 ഡയമെൻഷൻ ഉള്ള വേൾഡിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വെക്ടേഴ്സാണ് നമുക്ക് വെക്ടർ എ ആൻഡ് ബി എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഓർത്തോഗണാലിറ്റി വന്നു കഴിയുമ്പം രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണലാണ്, അഥവാ വെക്ടർ എയുടെയും ബിയുടെയും ഡോട്ട് പ്രോഡക്റ്റ് ഈസ് 0, എ ഡോട്ട് ബി ഈസ് 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടിരുന്നു, നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ, നമ്മളൊരു XY പ്ലെയിനിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് X ആൻഡ് Y പ്ലെയിൻ ഉണ്ട്. സോ ദിസ് ഈസ് അവർ X ആൻഡ് Y പ്ലെയിൻ. നമുക്ക് വെക്ടർ എ ഉണ്ട്, വെക്ടർ ബിയും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെക്ടർ എയുടെ കമ്പോണൻ്റ് ഏതായിരിക്കും? ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മുടെ പോയിൻ്റ് ഇവിടെ ആയിരിക്കും വരുന്നത്, രണ്ടിൻ്റെയും പോയിൻ്റ് അല്ലെങ്കിൽ രണ്ടിൻ്റെ ആരോ മാർക്ക് വരുന്നത് ഇവിടെയാണ്. ദിസ് ഈസ് യൂണിറ്റ് ലെങ്ത് ഓഫ് 1 ആണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വെക്ടർ എയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? X ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് 1ഉം Y ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് 0ഉം ആയിരിക്കും. ബി യുടെ X ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് 0 ആണ്, Y ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് 1 ആണ്. സോ നമ്മളിതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണിത് വരിക? 1 ടൈംസ് എയുടെ X കമ്പോണൻറ്റ് ഇൻറ്റു ബി യുടെ X കമ്പോണൻറ്റ് വിച്ച് ഈസ് 0 പ്ലസ് എയുടെ Y കമ്പോണൻറ്റ് ഇൻറ്റു ബി യുടെ Y കമ്പോണൻറ്റ്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് എ ഡോട്ട് ബി ചെയ്യുമ്പോൾ. സോ ഇതും 0 പ്ലസ് ദിസ് വൺ ഓൾസോ 0, സോ ടോട്ടൽ റിസൾട്ട് ഈസ് 0. അതുകൊണ്ടാണ് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് 0 കിട്ടുന്നത്. ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് ലൈക്ക് നമ്മുടെ എ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് 45 ഡിഗ്രി ആംഗിളിൽ യൂണിറ്റ് ലെങ്ത് ഉള്ളതാണ്. ബട്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ X പാർട്ട് വരുന്നത് എന്താണ്? 1, അതായത് യൂണിറ്റ് ലെങ്ത് ആണ്. Y പാർട്ടും 1 ആണ്. സോ X പാർട്ട് 1, Y പാർട്ട് ഓൾസോ 1 ആയിരിക്കും വരുന്നത് വെക്ടർ എയുടെ കേസിൽ. ഓക്കെ, ഇതുമായിട്ട് 90 ഡിഗ്രി വരുന്ന ഒരു വെക്ടർ വരണമെന്നുണ്ടെങ്കിൽ നമുക്കത് എക്സാക്റ്റ്ലി ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അതിൻ്റെയും യൂണിറ്റ് ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും അതിൻ്റെ കോർഡിനേറ്റ് വാല്യൂസ് വരുന്നത്? X പാർട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, സോ -1 വരും. Y പാർട്ട് എന്ന് പറയുന്നത് +1 ആണ്. ഇവിടെയും നമ്മൾ ഇതേ ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് 0 കിട്ടും. കാരണം നമുക്ക് വരുന്നത് ഇത്, അതായത് എയുടെ X കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു ബി യുടെ X കമ്പോണൻറ്റ്, അതായത് -1 പ്ലസ് എയുടെ Y കമ്പോണൻറ്റ് 1 ഇൻറ്റു ബി യുടെ Y കമ്പോണൻറ്റ് 1. സോ അഗെയിൻ നമുക്കിവിടെ -1 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമ്മളിതിനെ എങ്ങനെയൊക്കെ നോക്കിയാലും, അതായത് ഈ 90 ഡിഗ്രി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. വെക്ടേഴ്സ് നമുക്ക് ഓർത്തോഗണൽ എന്നുള്ള കൺസെപ്റ്റിൽ പറയാൻ പറ്റും. അപ്പോൾ വേറൊരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം 2D സ്പേസിൽ നമുക്കിങ്ങനെ 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. 3D സ്പേസിലും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഓർത്തോഗണലായിട്ടുള്ള വെക്ടേഴ്സ്, ഇതൊരു X കമ്പോണൻറ്റ്, Y കമ്പോണൻറ്റ്, ഒരു Z കമ്പോണൻറ്റ്, ഇങ്ങനെ സ്ക്രീനിൽ നിന്ന് ഇങ്ങനെ അകത്തേക്ക് പോകുന്ന രീതിയിൽ ഞാൻ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് Y, ഇത് Z, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇതിലേത് രണ്ട് വെക്ടേഴ്സ് എടുത്ത് നോക്കിയാലും, അതായത് Zയും Yയും നോക്കിയാലും, Yയും Xും നോക്കിയാലും, Xും Zയും നോക്കിയാലും, എങ്ങനെ നോക്കിയാലും ഈ കമ്പോണൻസുകൾ തമ്മിലുള്ള ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയാണ്. ഇപ്പം ഇത് തമ്മിലുള്ളത് 90 ഡിഗ്രിയാണ്, Yയും Xും തമ്മിൽ. Xും സെഡും തമ്മിലെടുത്താലും 90 ഡിഗ്രിയാണ്.
ദെൻ വൈയും എന്താണ് സെഡും തമ്മിലെടുത്താലും അഗെയിൻ 90 ഡിഗ്രിയാണ്. സോ ഈ ഇൻഡിവിജ്വൽ കമ്പോണൻസ് എല്ലാം ലൈക്ക് പരസ്പരം ഈ ആക്സിസ് കമ്പോണൻസ് എല്ലാം പരസ്പരം ഓർത്തോഗണൽ ടു ഈച്ച് അതറാണ്. അതിനെ നമ്മൾ വേറൊരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ ഓർത്തോഗണാലിറ്റി അല്ലെങ്കിൽ രണ്ട് വെക്ടേഴ്സ് പരസ്പരം ഓർത്തോഗണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയും ബിയും ഓർത്തോഗണൽ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതി നമുക്ക് പറയാം. അതായത് എയുടെ ഒരു പാർട്ട് പോലും ബിയിലില്ല. ഇറ്റ്സ് ഇൻ എ എൻറ്റയർലി ഡിഫറെൻറ്റ് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. എനെ നമുക്ക് ഒരിക്കലും ബി ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടെ, അതായത് ഓർത്തോഗണൽ വെക്ടേഴ്സ് തമ്മിലുള്ള പരസ്പരമുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു വെക്ടറാണ് എയും ബിയും, പരസ്പരം അവർ ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ. നമ്മൾ ഗ്രാഫിക്കലി പറയുമ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ അതിനെ കുറച്ചും കൂടി ഒരു ജനറലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രൈമറി കളേഴ്സായിട്ട് പറയുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ ആണ്. സോ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കളർ വേണമെങ്കിലും, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ അല്ലാത്ത ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് റെഡ് എന്ന് പറയുന്ന കളറ് ഈ ഗ്രീനോ ബ്ലൂവോ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഗ്രീൻ എന്ന് പറയുന്ന റെഡ്, ബ്ലൂ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഈ പ്രൈമറി കളേഴ്സ് ഒരിക്കലും നമുക്ക് മറ്റ് രണ്ട് പ്രൈമറി കളേഴ്സിൻ്റെ കോമ്പിനേഷൻസ് വെച്ചിട്ട് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ മൂന്ന് പ്രൈമറി കളേഴ്സും ദേ ആർ യുണീക്ക് ഇൻ ഇറ്റ്സ് ഓൺ. അതിനെ നമുക്കൊരിക്കലും വേറെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടും ബിൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരസ്പരം ഓർത്തോഗണൽ ടു ഈച്ച് അതർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇതേ ഒരു കൺസെപ്റ്റാണ് ഈ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റിലും നമുക്ക് വരുന്നത്. എഗെയിൻ നമ്മൾ 2D സ്പേസിലോ അല്ലെങ്കിൽ 3D സ്പേസിലോ, അപ്പം ഇത് 2D സ്പേസിലാണ്, ദിസ് വൺ ഈസ് 3D സ്പേസിലാണ്. ഈ രണ്ട് കേസിലുമൊക്കെ നമുക്ക് വെക്ടേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള വെക്ടേഴ്സ് അല്ലെങ്കിൽ ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മളൊരു 4D സ്പേസിലോ 5D സ്പേസിലോ ND സ്പേസിലോ പോകുമ്പോൾ നമുക്ക് ഈ 90 ഡിഗ്രി നമുക്ക് പറയാമെങ്കിലും നമുക്കിങ്ങനെ അതിനെ ഒരു വിഷ്വലി നമുക്കതൊരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ സെയിം കൺസെപ്റ്റാണ് അവിടെയും വരുന്നത്. അതായത് ഒരിക്കലും നമുക്ക് രണ്ട് വെക്ടേഴ്സ്, അത് ഇന്നെ ഡി ഡയമെൻഷണൽ സ്പേസിലുള്ള രണ്ട് വെക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. ലൈക്ക് ഇങ്ങനെയാണ് അത് എഴുതുന്നത്, ഡി ഡയമെൻഷണൽ സ്പേസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ബോത്ത് എ ആൻഡ് ബി, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഈ ഒരു ഡി ഡയമെൻഷണൽ സ്പേസിൽ ആണെന്നുണ്ട് ആൻഡ് വെക്ടർ എയും ബിയും എന്ന് പറയുന്നത് രണ്ടും ഓർത്തോഗണലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എനെ ബിയുടെ ഒരു ഇതുപയോഗിച്ച് നമുക്കൊരിക്കലും കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ബിയുടെ ഒരു പാർട്ട് പോലും എയിലില്ല. ഓക്കെ, ഈ പ്രൈമറി കളേഴ്സിൻ്റെ ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി മറ്റൊരു എക്സാമ്പിൾ എനിക്ക് പറയാം. ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിൽ നമ്മൾ ഒരു കമ്പനി ബിൽഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ആളുകളെ നമ്മൾ ഹയർ ചെയ്യും. വളരെ ടെക്നോളജിയിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ നമ്മൾ ഹയർ ചെയ്യും. ദെൻ മാനേജ്മെൻറ്റ്, നല്ല മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ആളുകളെ ഹയർ ചെയ്യും. നല്ല സെയിൽസ് സ്കില്ലുള്ള ആളുകളെ ഹയർ ചെയ്യും. പക്ഷേ നമ്മൾ ഒരിക്കലും അവിടെ എപ്പോഴും നമ്മൾ പറയുക ഏറ്റവും ഡൈവേഴ്സ് ആയിട്ടുള്ള സ്കിൽ സെറ്റുള്ള ആളുകൾ വേണമെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അവിടെ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി സ്കിൽ മാത്രമുള്ള ആളുകളെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ഹയർ ചെയ്തു, പേഴ്സൺ 1 ഈസ് ടെക്നിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. പേഴ്സൺ 2 ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഇൻഫോർമേഷൻ പേഴ്സൺ 1 നിന്ന് പേഴ്സൺ 2 വരുമ്പം പേഴ്സൺ 1 അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പേഴ്സൺ 2 അറിയാവുന്നത്. എഗെയിൻ പേഴ്സൺ 3 നമ്മൾ ഹയർ ചെയ്യുമ്പം എഗെയിൻ ടെക്നിക്കലായിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പേഴ്സൺ 1 2 അറിയാവുന്ന കുറേ കാര്യങ്ങൾ, കുറേ ലൈക്ക് സംതിങ് സെയിം ഇൻഫർമേഷൻ പേഴ്സൺ 3 ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പം നമുക്ക് യുണീക്കായിട്ടുള്ള പെർസ്പെക്റ്റീവ് കിട്ടില്ല. സോ അവിടെ നമ്മളെപ്പോഴും അവിടെയും നമ്മൾ റിയൽ ലൈഫിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആദ്യം പേഴ്സൺ 1 വളരെ ടെക്നിക്കലി
പ്രൊഫഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പേഴ്സൺ 2-നെ നമ്മൾ നല്ല മാനേജ്മെൻറ്റ് സ്കില്ലുള്ള ഒരാളായിരിക്കും എടുക്കുന്നത്. ദെൻ അടുത്ത ആളെ എടുക്കുമ്പം ഇത് രണ്ടുമല്ലാത്ത ഇത് രണ്ടിനെയും രണ്ടിനോടും ഓർത്തോഗണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു സ്പെക്ട്രത്തിലുള്ള സെയിൽസ് സ്കില്ലുള്ള ഒരാളെ ആയിരിക്കും എടുക്കുന്നത്. സോ ഇവരെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ യുണീക്കായിട്ട് വരുമ്പോഴാണ് ആ ഒരു കംപ്ലീറ്റ്നെസ് പൂർത്തിയാവുന്നത്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ നമുക്ക് വേറെ കൺസെപ്റ്റുകളുമായിട്ട് കണക്റ്റഡും ഇതുപോലെ ഡോട്ട് പ്രൊഡക്റ്റ് മറ്റ് പലതുമായിട്ട് കണക്റ്റഡും ഇങ്ങനത്തെ കുറച്ച് ഡീപ്പായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആവശ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. സോ ഇത് ഈ ഒരു സെൻസിൽ തന്നെ ആ ഒരു ഡെപ്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കൺസെപ്റ്റുകൾ നമ്മൾ ഇതിലോട്ട് പോകുമ്പം അൽഗോരിതത്തിലോട്ടൊക്കെ പോകുമ്പം ഓർത്തോഗണാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ ഒരു ഡാറ്റാ സയൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിൽ മാത്രമല്ല, ഇൻ ജനറൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലും എല്ലായിടത്തും ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ യൂസ് കേസസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലോട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഞാൻ അവിടെ മെൻഷൻ ചെയ്യും ഈ വീഡിയോയിൽ നമ്മളിതിനെപ്പറ്റി പറയുന്ന കാര്യം. സോ നമുക്ക് ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്കത് റീവിസിറ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ ഒരിക്കൽ കൂടെ, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഒരിക്കൽ കൂടെ. ഓക്കെ.